ഉള്ളത് വളരെ ലളിതമായ നല്ല സാധാരണമായ ഖബറാ ഏറ്റവും നല്ലത്, ആർക്കും നല്ലത്. അടയാളം മാത്രം വേണമെങ്കിൽ വെക്കാം. അത്തരം ഒരു ഖബറിന്റെ പുറം, ഇനി കെട്ടിടമുണ്ടാക്കി വെച്ച ഖബറിന്റെ പുറം എല്ലാം ഒരുപോലെ മൂകം, മാന്തി നോക്കിയാൽ അകവും ഒരുപോലെ മണ്ണിന്റെ പ്രകൃതമനുസരിച്ച് നിൽക്കും. ഇനി ചില പ്രകൃതക്കാരുണ്ട് കേട്ടോ, അല്ലാഹു തആല മാനിച്ച ചിലർ, അവരുടെ ശരീരം തന്നെ മണ്ണ് തിന്നൂല. അങ്ങനെയുണ്ട്. എല്ലാ ഔലിയാക്കന്മാരും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. എപ്പോഴെങ്കിലും ഏതോ ഒരു ഖബർ മാന്തി നോക്കുമ്പോ ആ ഖബറിന്റെ അകത്ത് ഒന്നുമില്ല, അവശിഷ്ടങ്ങൾ തലയോട്ടി കയ്യും കാലും ഒക്കെ കിട്ടും. ഇയാള് നല്ല ഔലിയാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്, നോക്കുമ്പോ ഇയാൾക്ക് മണ്ണ് തിന്നു പോയിക്കണല്ലോ, അതുകൊണ്ട് ഔലിയല്ലാന്നൊന്നും തീരുമാനിക്കണ്ട. ജഡം മണ്ണ് തിന്നുന്നിടത്തല്ല വിലായത്ത്. ജഡം മണ്ണ് തിന്നാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അടുപ്പമുള്ളവരാകും. ജഡം മണ്ണ് തിന്നാത്തവരായി അള്ളാന്റെ റസൂല് പഠിപ്പിച്ചവർ വ്യക്തമായി ഒരൊറ്റ കൂട്ടർ മാത്രമാണ്, അംബിയാ, അല്ലാഹു തആലാന്റെ പ്രവാചകന്മാർ. പ്രവാചകന്മാരുടെ ശരീരം അഴുകിപ്പോകൂല, പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നൂല. പ്രവാചകന്മാർ അവരുടെ വീടിന്റെ അകത്ത് എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ഖബറിന്റെ അകത്തൊന്നും. അവർ നിസ്കരിക്കുന്നത് വരെ ഖബറിന്റെ അകത്ത് കാണാമെന്നും ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിക്കണ്ട. അള്ളാന്റെ റസൂൽ അവിടുത്തെ ഹുജറയിൽ ജീവിക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ അറയില്ലെങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കുകയാണ്. എന്നാ പിന്നെ അപ്പം വേണ്ടേ, ചോറ് വേണ്ടേ, ബിരിയാണി കൊണ്ടേ കൊടുത്തൂടെ എന്ന് ചോദിക്കണ്ട. അതൊക്കെ നിഷേധികളുടെ ചോദ്യമാണ്. അതൊക്കെ വെറും നിഷേധികളുടെ, കുബുദ്ധികളുടെ ചോദ്യം. അള്ളാന്റെ റസൂല് ജീവൻ നൽകാൻ വേണ്ട ഭക്ഷണമില്ലാത്ത ജീവിതമാണ് ബർസഖ്. അവിടെ നമ്മളെ ബിരിയാണി വേണ്ട, ബിരിയാണി ഒന്നുമില്ലാതെ ജീവിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഉമ്മാന്റെ ഉദരത്തിൽ 6 മാസം കടന്ന് ജീവിച്ചപ്പോ നമ്മൾ ബിരിയാണി കൊടുത്തോ? ഉമ്മ പാല് കൊടുത്തോ? എന്നിട്ട് കുട്ടി ജീവിച്ചില്ലേ? അപ്പൊ കുട്ടിക്ക് ഉദരത്തിൽ ജീവൻ നൽകിയ റബ്ബ് അമ്പിയാക്കന്മാർ ഖബറിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ജഡത്തോടുകൂടെ ജീവിപ്പിച്ചാലും ആ ജഡം നിലനിൽക്കാൻ ഭക്ഷണം വേണ്ട, ആ ജഡം നിൽക്കാൻ പാല് വേണ്ട, ആ ജഡം നിലനിൽക്കാൻ മറ്റൊന്നും വേണ്ട. അവർ നിസ്കരിച്ചുകൊണ്ട് അവരുടെ ജഡത്തോടുകൂടെ തന്നെ ഖബറിന്റെ അകത്ത് നിൽക്കും. ശുഹദ അവരും ജീവിച്ചിരിക്കും. അതുപോലെ ഖുർആൻ നല്ലപോലെ ഓതിയിരുന്നവർ, പ്രതിഫലമൊന്നും വാങ്ങാതെ ബാങ്ക് കൊടുത്തിരുന്നവർ, ഇങ്ങനെ കൂട്ടം ആളുകളുടെ ഹദീസ്, റസൂലുള്ളാഹിന്റെ ഹദീസ് പല പല ആളുകളെയും വിവരിച്ചു തന്നിട്ടുണ്ട്. വളരെ വ്യക്തമായും സ്ഥിരപ്പെട്ടിട്ടുള്ളത് അമ്പിയാക്കൾ മാത്രം. ഇനി ആരാലും തർക്കമില്ല, ഖബറിന്റെ അകത്ത് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും, അഴുകിയാലും അഴുകിയില്ലെങ്കിലും, ശരീരത്തിന്റെ ആ മോഡൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഖബറിന്റെ അകത്ത് ബർസഖിന്റെ ജീവിതമുണ്ട്. ആ ജീവിതം നിഷേധിച്ചാൽ അവന്റെ ഈമാൻ പിഴച്ചു പോകും, അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനിടയാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടത്. അതാണ് ഞാൻ ഹദീസിലൂടെ അറിയിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നമ്മളെ ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചാൽ എന്തൊക്കെയാണ് ആ ഖബറിന്റെ അകത്തുള്ളത് ഒന്ന് നിരൂപിച്ചു നോക്കി സഹോദരന്മാരാരൊക്കെ നമ്മൾ ഖബറിലാക്കി പോന്നു. ആരൊക്കെ? ഖബറിന്റെ അകത്ത് രക്ഷ കിട്ടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, സൽക്രമങ്ങൾ മാത്രം അവിടെ രക്ഷിക്കും.